ഇത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിന്റെ സെക്കൻഡ് മോഡ്യൂളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ഫ്രം സാലറീസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റെഡിയല്ലേ? ഫസ്റ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ടുഡേയ്സ് അജൻഡ. 1. ബേസിക്സ് ഓഫ് സാലറി ഇൻകം. 2. അലൗവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ്. 3. പ്രൊവിഡന്റ് ഫണ്ട് tax rules. 4. Deductions under Section 16. 5. Retirement benefits explained. And finally, 6. Computing final taxable salary. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സിലബസ്. ഈ ടോപ്പിക്കുകളൊക്കെ ഒരു കൺഫ്യൂഷനുമില്ലാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. സെക്ഷൻ 1. ബേസിക്സ് ഓഫ് സാലറി ഇൻകം. അണ്ടർസ്റ്റാൻഡിംഗ് ദ കോർ കണ്ടീഷൻസ് ഫോർ ടാക്സേഷൻ. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനു മുൻപ് എന്താണ് സാലറി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ശരിക്കും സാലറി? സാലറി സെക്ഷൻ 17(1) requires an employer-employee relationship taxable on due or receipt basis whichever is earlier. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിർബന്ധമായും ഒരു എംപ്ലോയർ-എംപ്ലോയി അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന പണത്തെ സാലറി എന്ന് വിളിക്കാൻ പറ്റൂ. പിന്നെ സാലറി നമ്മുടെ കയ്യിൽ കിട്ടിയാലും അല്ലെങ്കിൽ കിട്ടാൻ ഡ്യൂ ആയാലും ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ അതിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെയാണ് വാലിഡ് സാലറി, എന്തൊക്കെയാണ് ഇൻവാലിഡ് സാലറി എന്ന് നോക്കാം. വാലിഡ് സാലറി ഇൻക്ലൂഡ്സ് എ ഡയറക്ടർ ഹു ഇസ് എൻ എംപ്ലോയി ഓർ അഡ്വാൻസ് സാലറി. ഇൻവാലിഡ് സാലറി ഇൻക്ലൂഡ്സ് MP or MLA allowance, a partner's salary or a widow's pension. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ മാത്രം കിട്ടുന്നതാണ് സാലറി. അല്ലാതെ ഒരു MLAക്ക് കിട്ടുന്ന അലവൻസ് സാലറി അല്ല. അതുപോലെ ഒരു ബിസിനസ് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറിയും മരിച്ച ആളുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന പെൻഷനുമൊന്നും ഇൻകം ടാക്സിൽ സാലറി എന്ന ഹെഡിൽ വരില്ല. അത് വേറെ ഹെഡ്സിലാണ് വരിക. സെക്ഷൻ 2. അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ്. ദി എക്സ്ട്രാ ബെനിഫിറ്റ്സ് ബിയോണ്ട് യുവർ ബേസിക് പേ. കമ്പനികൾ നമുക്ക് ശമ്പളത്തിന് പുറമെ വേറെയും ചില ബെനിഫിറ്റ്സ് തരാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫുള്ളി ടാക്സബിൾ അലവൻസസ് ഇൻക്ലൂഡ് സിറ്റി കോമ്പൻസേറ്ററി, ടിഫിൻ, മെഡിക്കൽ, സെർവന്റ്, എന്റർടൈൻമെന്റ്, ഡെപ്യൂട്ടേഷൻ ആൻഡ് നോൺ പ്രാക്ടീസിംഗ് അലവൻസസ്. അലവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ശമ്പളത്തോടൊപ്പം കൃത്യമായി കയ്യിൽ ക്യാഷായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ ലിസ്റ്റിൽ കാണുന്ന അലവൻസുകളുണ്ടല്ലോ, സിറ്റി കോമ്പൻസേറ്ററി, മെഡിക്കൽ, എന്റർടൈൻമെന്റ് തുടങ്ങിയവ, ഇതിനൊന്നും ഗവൺമെന്റ് ഒരു രൂപ പോലും ടാക്സ് ഇളവ് തരില്ല. ഇതെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് HRA അഥവാ ഹൗസ് റെന്റ് അലവൻസ്. ആസ് പെർ സെക്ഷൻ 10(13)(a), exempt HRA equals the minimum of A. actual HRA received, B. 50% of 40% of salary, or C. rent paid minus 10% of salary. വീട്ടുവാടകയ്ക്ക് വേണ്ടി കമ്പനി തരുന്ന തുകയാണ് ഈ HRA. ഇതിൽ ടാക്സ് ഇളവ് കിട്ടണമെങ്കിൽ സ്ലൈഡിൽ കാണുന്ന ഈ 3 കണ്ടീഷൻസിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞ എമൗണ്ട്, ആ തുകയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സെംഷൻ കിട്ടൂ. ബാലൻസ് വരുന്ന തുകയ്ക്ക് തീർച്ചയായും നമ്മൾ ടാക്സ് കൊടുക്കണം. എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു കാൽക്കുലേഷനാണിത്. റെഡിയല്ലേ? പെർക്വിസിറ്റ്സ്. Benefits or amenities provided by the employer to the employee in addition to salary, taxable under the head salaries. വളരെ സിമ്പിളായിട്ട് പറയാം, പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പെർക്സ് എന്ന് പറയും. ഇത് നിങ്ങളുടെ ബേസിക് സാലറിക്ക് പുറമെ കമ്പനി നിങ്ങൾക്ക് തരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്. ചിലപ്പോൾ ഫ്രീ ആയിട്ട് താമസിക്കാൻ ഒരു വീടാകാം, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഒരു കാറാകാം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ലാഭമാണല്ലോ. അതുകൊണ്ട് തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതും നിങ്ങളുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് അതിനും കൂടെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. Now, what exactly counts as a perquisite? Rent-free accommodation, employer paying employees' liability, LIC premium paid by employer, free or concessional securities, employer's superannuation contribution over ₹15,000. അപ്പോ എന്തൊക്കെയാണ് ഈ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന പെർക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ തരുന്ന വീട്. രണ്ടാമതായിട്ട്, നിങ്ങൾ പേ ചെയ്യേണ്ട എന്തെങ്കിലും ബാധ്യതകൾ, ഇപ്പോൾ പ്രൊഫഷണൽ ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് പകരം കമ്പനി അടച്ചു തീർത്താൽ. പിന്നെ മൂന്നാമത്തേത്, നിങ്ങളുടെ സ്വന്തം LIC പ്രീമിയം കമ്പനി അടയ്ക്കുന്നത്. 4, കമ്പനിയുടെ ഷെയറുകൾ നിങ്ങൾക്ക് ഫ്രീ ആയോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കോ തരുന്നത്. പിന്നെ അഞ്ചാമത്തേത്, നിങ്ങളുടെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് കമ്പനി 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ.
മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട പെർക്വിസിറ്റ്സ് ആണ് കേട്ടോ. മൂവിംഗ് ഓൺ. ഹു ആർ സ്പെസിഫൈഡ് എംപ്ലോയീസ്? ഡയറക്ടർ എംപ്ലോയി ഈവൻ ഫോർ 1 day. Substantial interest holder with 20% or more voting power. High salary employee. Monetary salary exceeds ₹50,000 per annum. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ കമ്പനിയിലെ VIP ജീവനക്കാരെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെയാണ് ഇൻകം ടാക്സ് നിയമത്തിൽ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ കമ്പനിയിൽ 20% കൂടുതൽ വോട്ടിംഗ് പവറുള്ള വലിയ ആൾക്കാർ, അതുമല്ലെങ്കിൽ വർഷത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ പണമായി ശമ്പളം വാങ്ങുന്ന സാധാരണക്കാർ. ഇവർക്കൊക്കെ കിട്ടുന്ന മിക്ക ആനുകൂല്യങ്ങൾക്കും ഇവർ മുഴുവനായും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈ VIP കാറ്റഗറി പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കൃത്യമായി ഓർത്തുവെക്കുക. ഓക്കെ, സെക്ഷൻ 2 എക്സംഷൻസ് ആൻഡ് ലീവ് ട്രാവൽ കൺസെഷൻ. എല്ലാത്തിനും ടാക്സ് കൊടുക്കണോ? വേണ്ട. ചില ടാക്സ് ഇളവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Let's look at exempted perquisites, meaning things that are strictly not taxable. Office, tea, snacks, and medical facilities. Phones, laptops, and conveyance. Interest-free loans up to ₹20,000. Free education in employer's institution up to ₹1,000 per month per child. Tax paid by employer on non-monetary perquisites. നോക്കൂ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചായ, സ്നാക്സ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, അതുപോലെ ജോലി ആവശ്യങ്ങൾക്ക് തരുന്ന ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പോയി വരാനുള്ള വണ്ടിക്കൂലി, ഇതിനൊന്നും ഇൻകം ടാക്സുകാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങില്ല. പിന്നെ 20,000 രൂപ വരെയുള്ള പലിശരഹിത ലോണുകൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കമ്പനിയുടെ തന്നെ സ്കൂളിൽ മാസം 1,000 രൂപ വരെയുള്ള സൗജന്യ പഠനത്തിനും ടാക്സ് ഇളവുണ്ട്. ഇതൊക്കെ ഒരു ജോലിക്കാരന്റെ ഡെയിലി ആവശ്യങ്ങൾക്കുള്ള ചെറിയ സപ്പോർട്ടല്ലേ? അതുകൊണ്ടാണ് ഇതിനൊന്നും സർക്കാർ ടാക്സ് ഈടാക്കാത്തത്. നെക്സ്റ്റ് അപ്പ്, Leave Travel Concession or LTC rules. The journey must be within India only. Exemption is for 2 journeys in a 4-year calendar block. Air travel is exempt up to economy class via the shortest route. Non-air travel is exempt up to first class train fare. കുട്ടികളെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്. നിങ്ങൾ ലീവ് എടുത്ത് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാൻ നിങ്ങളുടെ ബോസ് തരുന്ന കാശിനും ടാക്സ് ഇളവുണ്ട്. പക്ഷെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. യാത്ര ഇന്ത്യക്കകത്ത് മാത്രമേ പാടുള്ളൂ. വിദേശത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല കേട്ടോ. 4 വർഷമുള്ളൊരു ബ്ലോക്കിൽ 2 യാത്രകൾക്ക് മാത്രമേ ഈ ഇളവ് കിട്ടൂ. ഫ്ലൈറ്റിലാണെങ്കിൽ ഏറ്റവും ദൂരം കുറഞ്ഞ റൂട്ടിലുള്ള ഇക്കണോമി ക്ലാസ് ടിക്കറ്റിന്റെ എമൗണ്ട് വരെ ഇളവ് കിട്ടും. ഇനി ട്രെയിനിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ പൈസ വരെ. ഇതിന്റെ ഈ ചെറിയ കണ്ടീഷൻസ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, സോ നോട്ട് ചെയ്തു വെക്കുക. സെക്ഷൻ 3 റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ RFA. കമ്പനി വാടകയില്ലാതെ തന്ന താമസ സൗകര്യത്തെക്കുറിച്ചാണ് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. Let's look at the rules for different employees. For a government employee in any city, the taxable value is the license fee fixed by the government. For other employees, if the city population is greater than 25 lakhs, it's 15% of salary. If the city population is 10 to 25 lakhs, it's 10% of salary. For other cities, it's 7.5% of salary. ഈ കണക്കുകളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിലെ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരു ചെറിയ ഫീസാണ് ടാക്സ് വാല്യൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണെങ്കിലോ അവർ വർക്ക് ചെയ്യുന്ന സിറ്റിയിലെ പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ അനുസരിച്ചാണ് ടാക്സ് കണക്കാക്കുക. 25 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുള്ള വലിയ സിറ്റി ആണെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിന്റെ 15% ടാക്സ് വാല്യൂ ആയി എടുക്കും. 10നും 25നും ഇടയിൽ ജനസംഖ്യ ആണെങ്കിൽ 10%. ചെറിയ നഗരങ്ങളാണെങ്കിലോ വെറും 7.5%. വലിയ സിറ്റികളിൽ എപ്പോഴും വീട്ടുവാടക കൂടുതലായിരിക്കും അല്ലേ? ആ ഒരു പ്രാക്ടിക്കൽ ലോജിക്കാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സെക്ഷൻ 3 Provident Fund Tax Rules. The 4 types of compulsory saving schemes. നമ്മുടെ റിട്ടയർമെന്റ് സേവിങ്സ് ഗവൺമെന്റ് എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. Here is a comparison of statutory PF, recognized PF, unrecognized PF and public PF, covering employee and employer contributions and interest rules. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റെക്കഗ്നൈസ്ഡ് PF അഥവാ RPF ആണ്. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ ബേസിക് സാലറിയുടെ 12% വരെ PFലേക്ക് മാറ്റിയാൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 12% കൂടിയാൽ ആ എക്സ്ട്രാ വരുന്ന തുകയ്ക്ക് ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന പലിശ, അതായത് ഇൻട്രസ്റ്റ്, 9.5% വരെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ. ഇത് രണ്ടും എക്സാമിന് ഓർത്തുവെക്കണം. Section 4 Deductions under Section 16 Reducing your gross taxable salary legally. നമ്മളെല്ലാ ഇൻകമും ആഡ് ചെയ്ത ശേഷം ടാക്സ് കുറയ്ക്കാൻ ഗവൺമെന്റ് തരുന്ന ചില വഴികളാണിത്. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ദിസ് ഈക്വൽസ് ദ ലോവർ ഓഫ് ₹50,000
ഓർ ഗ്രോസ് സാലറി. സാലറി വാങ്ങുന്ന എല്ലാ എംപ്ലോയീസിനും കിട്ടുന്ന ഒരു ഫ്ലാറ്റ് ഡിഡക്ഷനാണിത്. ഇത് കിട്ടാൻ നിങ്ങൾ മെഡിക്കൽ ബില്ലോ വേറെ യാതൊരു ഡോക്യുമെന്റ്സോ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഗ്രോസ് സാലറിയിൽ നിന്നും നേരിട്ട് 50,000 രൂപ കുറയ്ക്കാം. ഇത് ശരിക്കും എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്. അടുത്തത് എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ. ഫോർമുല അണ്ടർ സെക്ഷൻ 16II ഈക്വൽസ് ദ മിനിമം ഓഫ് എ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്, ബി ₹5,000 ഓർ സി 20% ഓഫ് ബേസിക് സാലറി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, ഈ ഡിഡക്ഷൻ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമുള്ളതാണ്. പ്രൈവറ്റ് കമ്പനി ജീവനക്കാർക്ക് ഈ ഡിഡക്ഷൻ കിട്ടില്ല. ഗവൺമെന്റ് ജീവനക്കാർക്ക് ഈ കാണുന്ന 3 കണ്ടീഷൻസിനിൽ ഏറ്റവും കുറഞ്ഞ തുക മാത്രമേ ടാക്സിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കൂ. സെക്ഷൻ 5 റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻഡ്. ടാക്സ് റൂൾസ് ഫോർ ദി എൻഡ് ഓഫ് എ കരിയർ. കുറച്ച് വലിയ ഫോർമുലകളൊക്കെ വരുന്ന സെക്ഷനാണ്. പക്ഷെ പേടിക്കേണ്ട, നമുക്കിത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. For employees covered by the Payment of Gratuity Act, the exempt amount is the minimum of actual gratuity received Rs 20,000 or 15/26 multiplied by completed years of service multiplied by last drawn salary per month. ഗ്രാറ്റുറ്റി ആക്ട് പ്രകാരം കവർ ചെയ്യപ്പെടുന്നവരാണെങ്കിൽ ഈ 15/26 എന്ന ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു മാസത്തെ 26 പ്രവൃത്തി ദിനങ്ങൾ അഥവാ വർക്കിംഗ് ഡേയ്സായി കണക്കാക്കിയാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ 3-ൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ് ടാക്സ് ഇളവ് കിട്ടുക. എന്നാൽ ഫോർ എംപ്ലോയീസ് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ട്, ദി എക്സെംപ്റ്റ് amount is the minimum of actual gratuity received ₹10 lakh or 1/2 multiplied by completed years of service multiplied by average salary per month of the last 10 months. ഇത് ഗ്രാറ്റുറ്റി ആക്ട് കവർ ചെയ്യാത്തവർക്കുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 15/26 പകരം കഴിഞ്ഞ 10 മാസത്തെ ആവറേജ് സാലറിയുടെ പകുതിയാണ് എടുക്കുന്നത്, അതായത് 1/2. അതുപോലെ മാക്സിമം ലിമിറ്റ് 10 ലക്ഷമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് കൃത്യമായി ഓർത്തുവെക്കണം കേട്ടോ. നെക്സ്റ്റ്, ലീവ് സാലറി എൻകാഷ്മെന്റ്. The exemption is the minimum of actual leave encashment received ₹3 lakh, 10 times average salary, or the value of unavailed leave based on average salary. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ലീവൊന്നും എടുക്കാതെ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും? എടുക്കാത്ത ലീവുകൾക്ക് പകരം നിങ്ങൾക്ക് പിന്നീട് ക്യാഷ് കിട്ടും. അതിനെയാണ് നമ്മൾ ലീവ് സാലറി എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. അതിന് പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് ടാക്സ് എക്സെംഷൻ കിട്ടുക. ഈ 4 പോയിന്റ്സിൽ ഏറ്റവും കുറവുള്ള എമൗണ്ട് ആയിരിക്കും എക്സെംപ്റ്റ് ആടുന്നത്. പെൻഷൻ ടാക്സേഷൻ റൂൾസ്. ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് കിട്ടുന്ന പെൻഷന്റെ ടാക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, റെഗുലർ മന്ത്ലി പെൻഷൻ പേയ്മെന്റ്സ്, ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. കമ്മ്യൂട്ടഡ് പെൻഷൻ, ലംസം പെൻഷൻ പേയ്മെന്റ്, ഫുള്ളി എക്സെംപ്റ്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇവിടെ ഈ 2 വാക്കുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് വൺ, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും സാധാരണയായി കിട്ടുന്ന ആ മന്ത്ലി പെൻഷൻ തുക. ഇത് നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥനായാലും ഫുള്ളായിട്ട് ടാക്സ് അടയ്ക്കേണ്ട തുകയാണ്. രണ്ടാമത്തേത് കമ്മ്യൂട്ടഡ് പെൻഷൻ. അതായത് നിങ്ങളുടെ പെൻഷന്റെ ഒരു ഭാഗം നിങ്ങൾ ഒറ്റത്തവണയായി ഒരു വലിയ തുകയായി മുൻകൂറായി വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഭയങ്കര ലക്കിയാണ്. അവർക്ക് ഈ ഒറ്റത്തവണയായി കിട്ടുന്ന വലിയ തുകയ്ക്ക് പൂർണ്ണമായും ടാക്സ് ഇളവുണ്ട്. ₹1 പോലും ടാക്സ് അടയ്ക്കേണ്ട. But what about commuted pension for non-government employees? If the employee also receives gratuity, 1/3 of full pension value is exempt. If the employee does not receive gratuity, 1/2 of full pension value is exempt. പ്രൈവറ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ ഒറ്റത്തവണ പെൻഷൻ വാങ്ങുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവർക്ക് ഫുള്ളായിട്ട് ഇളവ് കിട്ടില്ല. അവർക്ക് റിട്ടയർമെന്റ് സമയത്ത് ഗ്രാറ്റുവിറ്റി എന്നൊരു തുക കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂട്ടഡ് പെൻഷന്റെ 3/1, അതായത് 1/3 തുകയ്ക്ക് മാത്രമേ ടാക്സ് ഇളവ് കിട്ടൂ. കാരണം അവർക്ക് ഗ്രാറ്റുവിറ്റി എന്നൊരു വലിയ എമൗണ്ട് വേറെ കിട്ടുന്നുണ്ടല്ലോ. ഇനി ഗ്രാറ്റുവിറ്റി കിട്ടാത്തമാണെങ്കിൽ അവർക്ക് പെൻഷന്റെ പകുതി തുകയ്ക്ക് വരെ, അതായത് ഹാഫ് എമൗണ്ട് വരെ ടാക്സ് ഇളവ് ലഭിക്കും. അതാണ് ഇതിന്റെ പിന്നിലെ ലോജിക്. വളരെ സിമ്പിൾ അല്ലേ? റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എക്സെംപ്ഷൻ ഇസ് ദ മിനിമം ഓഫ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ₹5 lakh or the amount calculated as per the Industrial Disputes Act. ഒരു കമ്പനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു എംപ്ലോയിയെ പിരിച്ചുവിടുമ്പോഴോ അല്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമ്പോഴോ കൊടുക്കുന്ന നഷ്ടപരിഹാരമാണിത്. ഇതിന് മാക്സിമം 5 ലക്ഷം രൂപ വരെയാണ് ടാക്സ് എക്സെംപ്ഷൻ കിട്ടുക.
Voluntary Retirement Compensation or VRS exemption is the minimum of actual amount received or Rs 5,00,000. സ്വയം വിരമിക്കുന്നവർ അഥവാ VRS എടുക്കുന്നവർക്കുള്ള റൂളാണിത്. 40 വയസ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ 10 വർഷം സർവീസ് ഉള്ളവർക്കോ ആണ് ഇത് എടുക്കാൻ പറ്റുക. ഇവിടെയും പരമാവധി 5 ലക്ഷം രൂപ തന്നെയാണ് ടാക്സ് എക്സെംഷൻ വരുന്നത്. ₹5 ലക്ഷം, അതായത് 5 ലക്ഷം രൂപ. ഈ ഒരൊറ്റ ഫിഗർ നിങ്ങൾ മൈൻഡിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. VRS എടുക്കുമ്പോൾ, അതായത് കാലാവധിക്ക് മുൻപേ ജോലി നിർത്തുമ്പോൾ, നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നൊരു വലിയ തുക കോമ്പൻസേഷനായിട്ട് കിട്ടുമല്ലോ. ആ കിട്ടുന്ന തുകയിൽ മാക്സിമം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഇളവ് ലഭിക്കും. ഈ 5 ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. എന്നാൽ അതിനു മുകളിലുള്ള തുകയ്ക്ക് നിങ്ങൾ തീർച്ചയായും ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതാണ് VRSലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റ്. ലെറ്റ്സ് ലുക്ക് ആറ്റ് ദ കീ കണ്ടീഷൻസ് ഫോർ VRS exemption. Employee completed 40 years of age or 10 years of service. Scheme must aim to reduce the number of employees. Vacant post must not be filled after retirement. Retiring employee must not join another company under same management. ഈ 5 ലക്ഷം രൂപയുടെ എക്സംഷൻ വെറുതെ അങ്ങ് ആർക്കും കിട്ടില്ല കേട്ടോ. അതിന് കുറച്ച് സ്ട്രിക്റ്റ് ആയ കണ്ടീഷൻസ് ഉണ്ട്. വിരമിക്കുന്ന ജീവനക്കാരന് 40 വയസ്സ് പൂർത്തിയാകണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് 10 വർഷം സർവീസ് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ കമ്പനിയിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കണം ഈ സ്കീം കൊണ്ടുവന്നത്. മാത്രമല്ല, നിങ്ങൾ വിരമിച്ച ആ പോസ്റ്റിലേക്ക് കമ്പനി പുതിയതായി വേറൊരാളെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം, നിങ്ങൾ വിരമിച്ചതിന് ശേഷം അതേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള മറ്റൊരു കമ്പനിയിൽ പോയി വീണ്ടും ജോലിക്ക് കയറാനും പാടില്ല. വെറുതെ ആൾക്കാർ ഈ ടാക്സ് ഇളവ് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കടുത്ത നിബന്ധനകൾ വെച്ചിരിക്കുന്നത്. ടാക്സബിൾ സാലറി, പുട്ടിംഗ് ഇറ്റ് ഓൾ ടുഗെദർ ഫോർ ദി എക്സാം. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കൂടി എക്സാമിന് എങ്ങനെയാണ് ഫൈനൽ ഫോമാറ്റിൽ ചെയ്യുക എന്ന് നോക്കാം. The steps are very simple. Step 1. Add basic taxable allowances and perquisites to get gross salary. Step 2. Subtract Section 16 deductions. Step 3. Arrive at net taxable salary. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ബേസിക് ഫോർമാറ്റ്. ആദ്യം നമ്മൾ ബേസിക് സാലറിയും ടാക്സ് അടയ്ക്കേണ്ട എല്ലാ അലവൻസുകളും പിന്നെ പെർക്വിസിറ്റ്സും കൂട്ടി ഗ്രോസ് സാലറി കണ്ടെത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 16 ഡിഡക്ഷൻസ്, അതായത് ആ 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള നെറ്റ് ടാക്സബിൾ സാലറി കിട്ടും. ഇത്രയുള്ളൂ പരിപാടി. വളരെ എളുപ്പമല്ലേ? ഈ നോട്ട്സ് എല്ലാം ഒന്നുകൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് BCom എക്സാം വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.